നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചൈനയെ മറികടക്കുമെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി. ഇന്ത്യ 6.6% വളർച്ച കൈവരിക്കുമ്പോൾ ചൈനയുടേത് 4.8%-ൽ ഒതുങ്ങും. അദാനിയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ LICയെ ഉപയോഗിക്കുന്നുവെന്ന വാർത്ത തള്ളി കമ്പനി. നിക്ഷേപ തീരുമാനങ്ങളിൽ ബാഹ്യ സ്വാധീനമുണ്ടായിട്ടില്ലെന്ന് വിശദീകരണം. വായ്പയിലും വരുമാനത്തിലും സ്ഥിര വളർച്ചയുമായി കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. അറ്റാദായം ഇടിഞ്ഞെങ്കിലും പലിശ വരുമാനത്തിൽ മുന്നേറ്റം. ഇന്ത്യ US ഊർജ വ്യാപാര ചർച്ച ഫലപ്രദമെന്ന് കേന്ദ്ര സർക്കാർ. പ്രഥമ പരിഗണന ദേശീയ സുരക്ഷയ്ക്കെന്നാവർത്തിച്ച് ഇന്ത്യ. AI രംഗത്ത് കൈകോർത്ത് റിലയൻസും മെറ്റയും. ആദ്യഘട്ടത്തിൽ 855 കോടി രൂപയുടെ നിക്ഷേപം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചൈനയെ മറികടക്കുമെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി. ഇന്ത്യ 6.6% വളർച്ച കൈവരിക്കുമ്പോൾ ചൈനയുടേത് 4.8%-ൽ ഒതുങ്ങും. ആഗോള വളർച്ചാ അനുമാനം 3.2%-എന്നും പ്രവചനം. ആഗോള അനിശ്ചിതത്വം ഇന്ത്യക്കും ആഗോള സമ്പദ് വ്യവസ്ഥകൾക്കും വെല്ലുവിളിയായി തുടരും. വ്യാപാര യുദ്ധം, ഭൗമരാഷ്ട്രീയ സംഘർഷം പോലുള്ളവ ദീർഘകാല വെല്ലുവിളികളായി മാറാം. ഇതോടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കും. അതിനാൽ ആഗോള സാമ്പത്തിക വളർച്ച 3.2%-ലേക്ക് ഒതുങ്ങുമെന്നും IMF വ്യക്തമാക്കുന്നു. ഇന്ത്യ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള താരിഫ് ആഘാതത്തെ മികച്ച രീതിയിൽ തന്നെ പ്രതിരോധിച്ചു. 2024-25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ കണക്കനുസരിച്ച് 6.5% വളർച്ച കൈവരിച്ചു. US താരിഫ് അനിശ്ചിതത്വങ്ങൾക്കിടയിലും 2025-26 GDP പ്രവചനം 6.3% മുതൽ 6.8%-മായി സർക്കാർ നിലനിർത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉപഭോഗത്തിന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അന്താരാഷ്ട്ര നാണ്യനിധിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വികസിത സമ്പദ് വ്യവസ്ഥകൾ ശരാശരി 1.6% വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം എമർജിംഗ് എക്കണോമിയുടെ വളർച്ച 4.2%-ആയിരിക്കുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അദാനിയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ LICയെ ഉപയോഗിക്കുന്നുവെന്ന വാർത്ത തള്ളി കമ്പനി. നിക്ഷേപ തീരുമാനങ്ങളിൽ ബാഹ്യ സ്വാധീനമുണ്ടായിട്ടില്ലെന്ന് വിശദീകരണം. അദാനിയെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ LICയുടെ 3.5 ലക്ഷം കോടി രൂപ മോദി സർക്കാർ ഉപയോഗിക്കുന്നു എന്നായിരുന്നു വാർത്ത. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. പിന്നാലെയാണ് വിശദീകരണവുമായി LIC രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ധനകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ മെയ് മാസത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അടിസ്ഥാനരഹിതമായ വാർത്തയാണിതെന്നാണ് LIC വ്യക്തമാക്കിയത്. ആരോപിക്കപ്പെട്ടിരിക്കുന്നതുപോലെ ഒരു രേഖയോ പദ്ധതിയോ LIC ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ബോർഡ് അംഗീകരിച്ച നയങ്ങളനുസരിച്ച് സ്വതന്ത്രമായാണ് നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ധനകാര്യ മന്ത്രാലയം അടക്കമുള്ള ഒരു ബാഹ്യ വകുപ്പിനും സ്ഥാപനങ്ങളും വിഷയത്തിൽ പങ്കാളിയല്ല. എല്ലാ നിക്ഷേപ തീരുമാനങ്ങളും നിയമവ്യവസ്ഥകളും നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വായ്പയിലും വരുമാനത്തിലും സ്ഥിര വളർച്ചയുമായി കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. അറ്റാദായം ഇടിഞ്ഞെങ്കിലും പലിശ വരുമാനത്തിൽ മുന്നേറ്റം. ബാങ്കിന്റെ അറ്റാദായത്തിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റാദായം മുൻവർഷത്തെ 3,344 കോടിയിൽ നിന്ന് 3,253 കോടിയിലേക്ക് എത്തി. ഉയർന്ന ചെലവുകളോ ഇതര വരുമാനത്തിലെ കുറവോ ആണ് ഈ ഇടിവിന് കാരണമെന്ന് പാദഫല റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം കിട്ടാക്കടത്തിൽ ആശ്വാസമാണ് പ്രകടമായത്. ഒപ്പം അറ്റ പലിശ വരുമാനം 4% ഉയർന്ന് 7,311 കോടിയിലുമെത്തി. മുൻവർഷത്തെ 7,020 കോടിയിൽ നിന്നാണ് ഈ മുന്നേറ്റം. അറ്റ വായ്പകൾ വാർഷികാടിസ്ഥാനത്തിൽ 16% വർദ്ധിച്ചു. 4,62,688 കോടിയാണ് അറ്റ വായ്പ. ഇത് ഈ പാദത്തിലെ നേട്ടമാണ്. ഇത് ആരോഗ്യകരമായ ബിസിനസ് വളർച്ച കാണിക്കുന്നു. പ്രവർത്തന ലാഭം 3% വർദ്ധിച്ച് 5,268 കോടിയിലുമെത്തി. ബാങ്കിന്റെ മൊത്തം ആസ്തി 6,80,838 കോടിയിൽ നിന്ന് 12% വാർഷിക വളർച്ചയോടെ
7,60,598 കോടി രൂപയുമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ US ഊർജ്ജ വ്യാപാര ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. പ്രഥമ പരിഗണന ഉപഭോക്തൃ താൽപര്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. അംബാസഡർ വിനയ് മോഹൻ ക്വാത്ര അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജെയിംസ് ഡാലിയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ കരട് തയ്യാറാക്കൽ നടപടി ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഊർജ്ജ വിഷയത്തിലും ധാരണയിലേക്ക് എത്തുന്നുവെന്ന് വിനയ് വ്യക്തമാക്കുന്നത്. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ഉയർന്ന താരിഫ് നീക്കം ചെയ്യണമെങ്കിൽ റഷ്യൻ എണ്ണയിലുള്ള ആശ്രിതത്വം കുറയ്ക്കണമെന്നാണ് US-ന്റെ പ്രധാന ആവശ്യം. ഇതിനു പകരമായി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കണം. ഈ നീക്കം ഊർജ്ജ സംഭരണ മാർഗങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കുമെങ്കിലും പരമ്പരാഗത പങ്കാളിയായ റഷ്യയുമായുള്ള ബന്ധത്തിലും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കാനുള്ള സാധ്യതയിലും ഇന്ത്യക്ക് സന്തുലനം പാലിക്കേണ്ടതുണ്ട്. ഇക്കാര്യം ജെയിംസ് ഡാൻലിയോട് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ എണ്ണ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇറക്കുമതി നയങ്ങൾ. പൂർണ്ണമായും ഇത് അനുസരിച്ചായിരിക്കുമെന്നും വിനയ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയും കൂടി. ഇതോടെ സ്വർണം ഗ്രാമിന് 11,515 രൂപയും പവന് 92,120 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിലും സ്വർണം ഗ്രാമിന് 90 രൂപ ഉയർന്ന് 9,470 രൂപയിലെത്തി. വെള്ളി വിലയിൽ മാറ്റമില്ല. 165 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചൈനയെ മറികടക്കുമെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി. ഇന്ത്യ 6.6% വളർച്ച കൈവരിക്കുമ്പോൾ ചൈനയുടേത് 4.8% ഒതുങ്ങും. അദാനിയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ LICയെ ഉപയോഗിക്കുന്നുവെന്ന വാർത്ത തള്ളി കമ്പനി. നിക്ഷേപ തീരുമാനങ്ങളിൽ ബാഹ്യ സ്വാധീനമുണ്ടായിട്ടില്ലെന്ന് വിശദീകരണം. വായ്പയിലും വരുമാനത്തിലും സ്ഥിര വളർച്ചയുമായി കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. അറ്റാദായം ഇടിഞ്ഞെങ്കിലും പലിശ വരുമാനത്തിൽ മുന്നേറ്റം. ഇന്ത്യ US ഊർജ്ജ വ്യാപാര ചർച്ച ഫലപ്രദമെന്ന് കേന്ദ്ര സർക്കാർ. പ്രഥമ പരിഗണന ദേശീയ സുരക്ഷയ്ക്കെന്ന് ആവർത്തിച്ച് ഇന്ത്യ. AI രംഗത്ത് കൈകോർത്ത് റിലയൻസും മെറ്റയും. ആദ്യഘട്ടത്തിൽ 855 കോടി രൂപയുടെ നിക്ഷേപം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.